ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡിഷിന്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കിയാലോ. ഇതാണ് നമ്മുടെ ഷക്ഷുക. ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കിയാലോ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ നാടൻ മുട്ട റോസ്റ്റ് ആണ് കേട്ടോ. കമോൺ, നമുക്ക് ഇത് എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹൈ ഫ്ലെയിമിൽ നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. വെള്ളമൊക്കെ വറ്റി പാൻ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ജസ്റ്റ് ഒന്ന് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ, ഏത് ഓയിലായാലും മതി കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ വെളിച്ചെണ്ണൻ്റെ ആ നാടൻ ഫ്ലേവർ വരും. ഞാൻ പാം ഓയിലാണ് ആഡ് ചെയ്തത്. അപ്പോൾ പാം ഓയിലൊക്കെ ആഡ് ചെയ്ത് ചുറ്റോടിറ്റും ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ഓയിൽ ചൂടാണ് വരെ എന്തെങ്കിലുമൊക്കെ ഇട്ടൊരു പണി വേണ്ടേ. ഒരു കയ്യിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തരിത്തരിപ്പ് അങ്ങനെ തരിതരിപ്പൊക്കെ മാറി ഇമ്മ അങ്ങനെ കാട്ടണാണ്. ചൂടായ അറിയാൻ ഇങ്ങനെ പാനിൻ്റെ ഉറുവിൽ ഇങ്ങനെ കൈ വെച്ചോണം. അതേമാതിരി ഞാനും വെച്ചോക്കെ ഏകദേശം രാവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിക്കൊന്ന് ഉള്ളി ഇട്ടു. അപ്പോൾ ചൂടായിക്കണം. ഇതൊക്കെ സത്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവണം. അപ്പോൾ ഉള്ളി 3-3.5 ഉള്ളി ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. പാം ഓയിൽ അത്ര ഹെൽത്തിനും നല്ലതല്ലല്ലോ. അപ്പോൾ ഉള്ളി എല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടോ. ഞാനിത് ഒന്ന് ഞെരടാൻ മറിഞ്ഞിരുന്നു. പിന്നെ ഞെരടിയിട്ടാണ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തത്, അല്ലികളൊക്കെ സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങോട്ട് തുടങ്ങി അളക്കലോട് അളക്കൽ. എത്ര അളക്കിയിട്ട് ഇത് വാടി കിട്ടണ്ടേ. എത്ര അധികം ഉള്ളിൻ്റെ ആയിട്ടാണ് വാടാത്തത്. എനിക്ക് മനസ്സിലാവേണ്ടത് ഇതെന്താവാത്തത്. ഇതിനൊക്കെ നല്ല ക്ഷമ വേണം. എനിക്ക് അതില്ലാത്ത സാധനം എന്താ വെച്ചാൽ അത് ക്ഷമയാണ്. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് വാടി കിട്ടലുണ്ട്. സാധാരണ ഇത് കട്ടിയിൽ അരിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു. അത് വാടി കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടുന്ന് പറയണത് കേൾക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്നും വാടണില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വേകാത്തതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഉപ്പിട്ടു. എന്നിട്ടും ഇത് വാടണില്ല. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ ഈ 4-5 കിലോ ബിരിയാണി ഒക്കെ ഉണ്ടാകുന്നത് എത്ര ഉള്ളി ഉണ്ടാക്കേണ്ടി വരും. ഞാനൊക്കെ ഉണ്ടാക്കിയത് കഴിക്കുന്നല്ലാതെ ഉണ്ടാക്കിയിരുന്നു മക്കളുണ്ടാണതിൻ്റെ മുന്നേ. പിന്നെ ഞാൻ അതിൻ്റെ ടച്ച് വിട്ടു. പിന്നെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചു. ഒന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ജസ്റ്റ് ചെറുതായി ഒന്ന് വാടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ വീണ്ടും അടച്ച് വെച്ച് കുറച്ചും കഴിഞ്ഞേക്ക് പിന്നെ സെറ്റായിട്ടോ. ഒന്ന് കുട്ടി ഉറങ്ങിയ ഗ്യാപ്പിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് തീരുന്നില്ല മൈൻഡുള്ളത് കൊണ്ടും ആവാം ഇത് തീരാത്തത്. അങ്ങനെയല്ലോ സൈക്കോളജിക്കലി അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, ചിലപ്പോൾ അതാവാം. പിന്നെ ഒരു മീഡിയം സൈസ് ഒരു 2-2.5 തക്കാളി നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം സെറ്റായി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2-3 തക്കാളിയോളം നമ്മൾ അരിഞ്ഞിട്ട് തിന്നായിട്ട് തന്നെ അരിയണം. ടൊമാറ്റോ എനിക്ക് പിന്നെ പേഴ്സണലി തിന്നായി അരിഞ്ഞാലേ, അത് നീളത്തിൽ അരിഞ്ഞാലേ അതാ വെന്ത് വരുമ്പോൾ അത് അലിഞ്ഞ രൂപത്തിൽ ആ തൊലി ഇതായി ഇങ്ങനെ വേറിട്ട് കിട്ടുള്ളൂ. മറ്റേത് കടിച്ചുകൊണ്ടേക്കാരം. അത് എനിക്കിഷ്ടമല്ല. എനിക്ക് നല്ലോണം വെന്ത് ഉടഞ്ഞ ആ ടൈപ്പിലാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ നല്ലോണം അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചു. അപ്പോൾ അടച്ച് വെച്ചപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഈ ട്രിക്ക് എനിക്ക് ഇപ്പോഴാണ് കത്തിയത്. അപ്പോൾ ഇത് ഉള്ളിയും തക്കാളിയും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ 100 വട്ടം തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ആയോ ആ ഒരു മൈൻഡിൽ പെട്ടെന്ന് ഇങ്ങനെ തുറന്ന് നോക്കും. കാരണം എനിക്ക് കുട്ടി ഉണരുന്നില്ല പേടിയുണ്ട്. പെട്ടെന്ന് തീർക്കണം. വിശക്കണുണ്ട്, നല്ല വിശന്നൊക്കെ വേണ്ടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത്. ബ്രെഡിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോണൊരു റെസിപ്പിയാണ്. സിമ്പിളുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് ഇതിന്. ഞാൻ ആ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കലുണ്ട്. ഇതിൽ എക്സ്പേർട്ടായിട്ടാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രം. അപ്പം ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. എരിവ് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൂ. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ഉള്ളതാണ്. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം. അതും ഭയങ്കര കുത്തലിൻ്റെ ഫ്ലേവർ കുത്തി വരേണ്ട വിചാരിച്ചിട്ടാണ് കുറച്ച് ആഡ് ചെയ്തത്. അതൊക്കെ ഇട്ട് നല്ലോണം മസാലകളെ ഇളക്കി കൊടുത്തു. പിന്നെ നമ്മളതിലേക്ക് ഗരം മസാല ആഡ് ചെയ്തു. അത് ഞാൻ കുറച്ച് അധികം എന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ആഡ് ചെയ്തു. എനിക്ക് അതിൻ്റെ ഫ്ലേവർ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മസാലപ്പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറി വന്നപ്പോഴേക്കും അതിലേക്ക് പിന്നെ ഞാൻ കുറച്ചും കൂടി ഗരം മസാല ഇട്ടു. ഫ്ലേവർ കുറച്ച് കുറവാണ് തോന്നിയപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഒരു പിഞ്ചോളൊക്കെ ഗരം മസാല വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കി, ഉപ്പ് നമ്മളപ്പോൾ വാടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല ഉപ്പ് വേണം എല്ലാവർക്കും. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തു. പിന്നെ നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ ഓരോ പൂവിൻ്റെ ഷേപ്പിലാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഡിസൈനാക്കി വരാൻ കുറച്ച് സമയം എടുത്തു. ഇങ്ങനെ ആക്കിയിട്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ മുട്ട കുഞ്ചി പൊട്ടാത്ത രീതിയിൽ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് ആ ഗ്യാപ്പിക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 5 ആൾക്കാരല്ല വെച്ചാൽ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് നമ്മളത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വലിയ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ ഇതിലും അധികം മുട്ടകളിടാം. പക്ഷേ ഈ ഒരു പാത്രത്തിൽ എനിക്ക് തോന്നുന്നു മാക്സിമം 4 എണ്ണം വെച്ചേ പോവുള്ളൂ എന്നാണ് എൻ്റെ നിഗമനം. ഇനി ഇതൊക്കെ സെറ്റായി എന്നിട്ട് ഇനി ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഞാൻ മുകളിൽ ജസ്റ്റ് ഉപ്പൊന്ന് എഗ്ഗിൻ്റെ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചു. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഞാൻ 1.5 ഇട്ട് ഉണ്ടാക്കലുണ്ടെന്ന് തന്നെ പറയണം. കാരണം ഉച്ചക്ക് നല്ല ഹെവി ആയിട്ട് കഴിച്ചാൽ പിന്നെ നൈറ്റിലൊക്കെ പിന്നെ ലേറ്റായിട്ട് കഴിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അധികം ഞാൻ ഇതന്നെ ഉണ്ടാക്കല്. എനിക്കിതാ ഇഷ്ടം. ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് കൂടുതലായി ചേരുന്നത്. ചപ്പാത്തി അങ്ങനെയും പോവും. മുട്ട വെന്തോ ഇടക്കിടക്ക് ഞാൻ തുറന്നു നോക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ബാക്കിൽ നിന്ന് മക്കൾ ആയിലമ്മച്ചി പറഞ്ഞ് ബാക്കിൽ നിന്ന് തള്ളുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആക്കുകയാണ് ഞാനിത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്നൊരു ക്രിസ്പിനെസ് പോലെ ആക്കുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ യഥാർത്ഥ ടെക്സ്ചർ. അപ്പോൾ ആ രീതിയിലൊന്നും ആക്കിയെടുക്കണവും നല്ലത്. പക്ഷെ ഇവിടെ അതിനില്ല ക്ഷമയും സബൂറൊന്നുമില്ല. ബാക്കിൽ നിന്ന് മക്കളും വെച്ച് ആയിലേ ചോദിച്ച് പിന്നാലെ വരുന്നുണ്ട്. ഓൽക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇങ്ങനെയും എടുക്കണം, ഈ ബുൾസൈ രൂപത്തിലാക്കണമെങ്കിലും അതങ്ങനെ എടുത്ത് കഴിക്കാം. പക്ഷെ ഒന്നും കൂടി വേണം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് നേരം കൂടി വെച്ച് ഉണ്ണി വേകണത് വരെ ഞാൻ നിന്നു. ഉണ്ണി വെന്തതിന് ശേഷം ഞാൻ എടുത്തത്. കാരണം മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അങ്ങനെ ഹാഫ് വേവിൽ കൊടുക്കാൻ പറ്റുമല്ലേ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ലോണം വേവിച്ചിട്ടാണ് ഞാൻ മക്കൾക്ക് കൊടുത്തത്. പിന്നെ അടിയിൽ ഉമ്മ വന്ന് കരിയുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം എടുക്കുക ചെയ്തു. പക്ഷേ ചെറിയൊരു കരിഞ്ഞ ടെക്സ്ചർ ആവണം, അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഷക്ഷുക സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ. അടുത്ത വീഡിയോ